എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. നിരന്തരമായ അഭ്യർത്ഥനക്കൊടുവിൽ ഫുട്ബോൾ പ്രേമികൾക്ക് ആശ്വാസമേകിക്കൊണ്ടാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അവധി പ്രഖ്യാപിച്ചത്. നാളെ പുലർച്ചെ നടക്കുന്ന ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ കാണാൻ സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീനാണ് അവധി പ്രഖ്യാപിച്ചത്. അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റം ഉണ്ടായിരിക്കില്ല. തിങ്കളാഴ്ച പുലർച്ചെയാണ് അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനൽ മത്സരം നടക്കുന്നത്. പുലർച്ചെ വരെ നീളുന്നതിനാൽ നാളെ സ്കൂളിൽ പോകേണ്ട കുട്ടികളെ ഇത് ബാധിക്കുമെന്ന പല ഭാഗത്തു നിന്നും പരാതികൾ ഉയർന്നിരുന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവധി ആവശ്യപ്പെട്ടിരുന്നു. പകരം മറ്റൊരു ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയാൽ മതി എന്നായിരുന്നു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നത്. അടുത്ത ശനിയാഴ്ചയോ പിന്നീടുള്ള ശനിയാഴ്ചകളിലോ ഇതിന് പകരമായി സ്കൂൾ ഉണ്ടാകും. സാങ്കേതിക കാരണങ്ങളാൽ ആദ്യം അവധി നൽകിയിരുന്നില്ല. ഫൈനലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് കുട്ടി ആരാധകർക്ക് ആവേശം പകർന്നുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി അവധി പ്രഖ്യാപിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അവധി ബാധകമാകുക. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവധി നൽകാം. മദ്രസകൾക്ക് നാളെ അവധിയില്ല. മദ്രസകളിൽ ഇപ്പോൾ പരീക്ഷ നടക്കുന്നതിനാൽ ഏത് കാരണവശാലും മദ്രസക്ക് അവധി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇതുവരെ അങ്ങനെയൊരു അറിയിപ്പും പ്രഖ്യാപനവും ഉണ്ടായിട്ടുമില്ല. നാളെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 2 അറിയിപ്പുകൾ കൂടി പറയുകയാണ്. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് BPL മുൻഗണന PHH പിങ്ക് റേഷൻ കാർഡ് വിഭാഗത്തിലേക്ക് മാറുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷ നാളെ ജൂലൈ 20-ാം തീയതി വൈകുന്നേരം 5 മണി വരെ കൂടി സ്വീകരിക്കുന്നതാണ്. ഓൺലൈൻ അപേക്ഷ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴി അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ വഴി സ്വന്തമായോ വൈകിട്ട് 5 മണിക്ക് മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ മസ്റ്ററിംഗ് നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിച്ച് വരികയാണ്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച മസ്റ്ററിംഗ് സെർവർ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മുടങ്ങിയിരുന്നു എങ്കിലും നാളെ മുതൽ പെൻഷൻ മസ്റ്ററിംഗ് സജീവമാകും. തിരക്കൊഴിവാക്കി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിലൂടെ ഒറ്റ മാസത്തെ പോലും ക്ഷേമ പെൻഷൻ ഭാവിയിൽ മുടങ്ങില്ല എന്നാണ് ഉറപ്പുവരുത്തേണ്ടത്. എല്ലാ മാസവും നിലവിൽ ലഭിക്കുന്ന 2000 രൂപ കൃത്യമായി ലഭിക്കുന്നതിന് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. സംസ്ഥാനത്തെ 52 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും 14 ലക്ഷത്തിലധികം ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളോടുമാണ് സെപ്റ്റംബർ 30-ന് മുമ്പായി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.